എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാനിട്ട പോസ്റ്റിന് വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ ഒത്തിരി പേര് കൊച്ചുകുട്ടികളുടെ റെസിപ്പീസിന് വേണ്ടിയിട്ട് കമൻസിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കിഡ്സിന് സ്നാക്ക് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ 2 സ്നാക്സ് റെസിപ്പീസായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന 2 സ്നാക്സാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇവിടെ ഞാൻ കുറച്ച് മിൻസ്ഡ് മീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ചിക്കൻ അരച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബോൺലെസ് ചിക്കൻ പീസസ് ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും ഇത്. ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവാള ആണ്, അത് ചേർത്ത് കൊടുത്തു. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ളതാണ്. ഇതൊരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി ഉടച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം കൂടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, അതായത് ഒരു നുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക. അതിന് മുന്നായിട്ട് ഞാൻ ഒരു നുള്ള് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിലേക്ക് കുറച്ച് വെള്ളം അല്ലെങ്കിൽ എണ്ണ തടവിയതിന് ശേഷം ചെറിയ ഉരുളകളായിട്ട് ഇങ്ങനെ കട്ട്ലറ്റ് പോലെ ഇങ്ങനെ പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കുട്ടികൾക്ക് എപ്പോഴും നല്ലത്. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ എരിവൊന്നും ഇല്ലാത്തത് കാരണം കുട്ടികൾക്ക് കഴിക്കാനായിട്ട് നല്ല ഇഷ്ടപ്പെടും. നഴ്സറി അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്നാക്സായിട്ട് നമുക്ക് കൊടുത്തുവിടാൻ പറ്റിയൊരു ഐറ്റമാണിത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ ചേർത്തിരിക്കുന്ന കാരണം ഇത് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറഞ്ഞ തീയിലിട്ട് 2 സൈഡ് നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് മിനി പോക്കറ്റ് പിസയാണ്. അപ്പം ബ്രെഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ബ്രെഡിനുള്ളിൽ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വന്നതിന് ശേഷം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്ന ഒരു സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ചേർക്കാനായിട്ട് പോകുന്നത് ക്യാപ്സിക്കമാണ്. പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗ്രീൻ പീസ് അല്ലെങ്കിൽ കോൺ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നന്നായി പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് ബേസിൽ ലീവ്സ് ആണ്. ഇതുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇറ്റാലിയൻ മിക്സ് ചേർത്ത് കൊടുക്കുക. ഒറിഗാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ പിസ്സ സോസും വെജിറ്റബിൾസും കൂടി ഞാൻ ഒറ്റ ഫില്ലിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പിസ്സയ്ക്ക് വേണ്ട ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 4-5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് നന്നായിട്ട് ഒരു നൈഫ് വെച്ചിട്ട് സൈഡ് മൊത്തം കട്ട് ചെയ്ത് മാറ്റുക. വൈറ്റ് ബ്രെഡാണ് ഇതുണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. ബ്രൗൺ ബ്രെഡിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 4 സൈഡും ഇതുപോലെ മുറിച്ച് മാറ്റുക. ഈ മുറിച്ച് മാറ്റിയത് നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഒരു ചപ്പാത്തിയുടെ റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക.
എല്ലാ സൈഡും ഒരേപോലെ നന്നായിട്ട് പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് മുന്നായിട്ട് ഫില്ലിങ്ങിലേക്ക് നമ്മൾ കുറച്ച് മോസറല്ല ചീസ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസാണിത്. ഇപ്പോൾ പിസ്സയിലൊക്കെ നമ്മൾ ചേർക്കുന്നത് മോസറല്ല ചീസാണ്. നമ്മൾ ഓൾറെഡി പരത്തി വെച്ചിരിക്കുന്ന ബ്രെഡ് ഒന്നുകൂടെ ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് ഈ ഫില്ലിങ് അതിനുള്ളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് ഇതിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ ഇത് ഒട്ടിക്കാനായിട്ട് നമ്മളിവിടെ വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ ഫില്ലിങ് ഈ ബ്രെഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഫില്ലിങ് ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് ഈ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഈ വെള്ളം ഒന്ന് തൊട്ടിട്ട് വേണം ഇത് ഒട്ടിക്കാനായിട്ട്. വെള്ളം തൊടുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ഒട്ടിക്കോളും. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് കഴിക്കാനും പറ്റിയൊരു സ്നാക്കാണ്. ഞാൻ ഈ കാണിച്ച 2 സ്നാക്സും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന സ്നാക്സാണ്. ഇപ്പോൾ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലിൽ വറുത്തെടുക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പിസ്സ പോക്കറ്റ്സ് എല്ലാം എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ഒരു സൈഡ് ആയിട്ടുണ്ട്, അത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പിസ്സ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊച്ചുകുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. ചെറിയ ചൂടോടെ വേണം ഇത് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ പിസ്സ പോക്കറ്റ് ഇവിടെ തയ്യാറാക്കി എടുത്തു. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിന്ന് കാണിച്ച 2 സ്നാക്സും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 2 സ്നാക്സാണ്. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാകട്ടെ സ്നാക്ക് ബോക്സിലാകട്ടെ നിങ്ങൾക്ക് കൊടുത്തുവിടാൻ പറ്റിയൊരു നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.